നമസ്കാരം. ഇതാണ് ചേന. എലഫന്റ് ഫുഡ് യാം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിൻ്റെ മണ്ണിനടിയിലുള്ള കിഴങ്ങാണ് നമ്മൾ സാധാരണ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങാണ് ചേന. നമ്മുടെ പല വിഭവങ്ങളുടെയും ചേരുവയുമാണ്. ദഹനശക്തി കൂട്ടാനും പ്രതിരോധ ശക്തി കൂട്ടാനുമൊക്കെ ഇത് നല്ല ഔഷധമാണ്. എന്നാൽ ചേനയുടെ കിഴങ്ങ് പോലെ തന്നെ ഗുണമുണ്ട് മണ്ണിന് മുകളിലുള്ള അതിൻ്റെ തണ്ടിനും. പലരും ഉപയോഗിക്കാറില്ലെങ്കിലും തോരൻ വയ്ക്കാൻ നല്ലതാണ്. ചേനത്തണ്ടും ചെറുപയറും ചേർത്തുള്ള തോരൻ പണ്ട് പഞ്ചമാസത്തിലെ മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമായിരുന്നു. ചേനത്തണ്ടും ചെറുപയറും തയ്യാറാക്കുന്ന വീഡിയോ ആണിത്. ഇതിനായി ആദ്യം ചേനത്തണ്ട് മുറിച്ചെടുക്കണം. നീളൻ തണ്ടായതുകൊണ്ട് തന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. അതിനുശേഷം അതിന് പുറമേയുള്ള തൊലി ചെത്തിക്കളഞ്ഞിട്ട് അത് ചെറുതായി നുറുക്കിയെടുക്കണം. ചേനത്തണ്ട് മുറിച്ചെടുക്കുമ്പോൾ മൂക്കാത്തത് നോക്കി തന്നെ എടുക്കണം, അല്ലെങ്കിൽ കൂടുതലൊരു ഫൈബർ പോലെ ഉണ്ടാകും. ഇത് എന്നിട്ട് ചെറുതായിട്ട് കുത്തി നുറുക്കിയെടുക്കണം. വളരെ ചെറിയ കഷ്ണമാകണമെന്നില്ല, എന്നാൽ വലുതാകുകയും ചെയ്യരുത്. 100 ഗ്രാം ചേനയിൽ 79% വെള്ളമാണ്. ഏതാണ്ട് അതിൽ കൂടുതൽ വെള്ളം ഒരുപക്ഷെ ഈ തണ്ടിലുണ്ടാവും. അതേപോലെ പ്രോട്ടീനും ധാതുക്കളും ഫൈബറും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ വൈറ്റമിൻ എയും ഒക്കെ ഈ ചേനയിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഗുണങ്ങളും ഈ തണ്ടിൽ ഉണ്ടാവും. ചേനത്തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ചെറുപയർ നമ്മൾ ഒന്ന് പുഴുങ്ങി വെക്കണം. അതിനായി 1.5 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നുറുക്കി വെച്ച ചേനത്തണ്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ തോരൻ വെക്കുമ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെള്ളം കളഞ്ഞ് മാറ്റി വെക്കണം. കഴുകിയെടുത്ത ചേനത്തണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നീട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് അടുപ്പിൽ വെച്ച് ഒന്ന് വേകുമ്പോഴേക്ക് തോരനുള്ള മറ്റ് ചേരുവകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇത്രയാണ് അതിൻ്റെ കൂട്ട്. പിന്നെ കടുക് വറക്കാനുള്ള ചെറിയുള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില. നമ്മുടെ പയറ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ചേനത്തണ്ട് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം കുറച്ചുകൂടെ വറ്റണം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ചേരുവ ഒരു മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അധികം അരക്കരുത്. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൽ പച്ചമുളകും ഉള്ളിയൊക്കെ ചെറുതായിട്ട് അതുപോലെ തന്നെ കിടപ്പുണ്ട്. എങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. അത് തോരനിലേക്ക് തന്നെ അതുപോലെ തന്നെ ഇടാം. ചേനത്തണ്ട് ചെറിയ വെള്ളം കിടപ്പുണ്ടെങ്കിലും അതിലേക്ക് ആ അരപ്പ് ഇത് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം അതൊന്ന് പച്ച മാറാനായിട്ട് അതുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ആ വേവിച്ച ചെറുപയർ അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിടണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് മാറുന്നത് വരെ, തോരനാണല്ലോ, ഒന്ന് തുറന്ന് വരുന്നത് വരെ ഇതൊന്ന് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. തോരന് കടുക് വറക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ കടുക് വറക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകും മറ്റ് ചേരുവകൾ ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കുക. ചേനത്തണ്ടും ചെറുപയറിൻ്റെയും പ്രിപ്പറേഷൻ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു പാത്രത്തിൽ മാറ്റുക. നല്ല ചൂടോടെ ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ
വളരെ നല്ല ഒരു വിഭവമാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ നല്ല പ്രോട്ടീനോടെ കഴിക്കാൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള ഒരു വിഭവം. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. കാരണം ഈ ചേനത്തണ്ടൊക്കെ നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത്. ചേന എടുത്തതിന് ശേഷം കളയുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അത് പുതിയൊരു വിഭവം കൊടുക്കാൻ പറ്റും. ഇത് പക്ഷേ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമസ്കാരം.